ഹലോ, നമുക്കിന്ന് ക്ലോത്ത് കൊണ്ട് സിമ്പിളായിട്ടൊരു മേക്കപ്പ് പൗച്ച് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് വേണ്ടത് പേപ്പർ ക്യാൻവാസ് ആണ്. ഇതിൻ്റെ നീളം വരുന്നത് 10 ഇഞ്ചും വീതി വരുന്നത് 7 ഇഞ്ചും ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ 2 ക്യാൻവാസിൻ്റെ പീസ് നമുക്ക് വേണം. അതുപോലെ തന്നെ നമുക്ക് മെയിൻ ക്ലോത്ത് ആയിട്ട് എടുക്കുന്ന ക്ലോത്തും ഇതേപോലെ സെയിം അളവ് തന്നെയാണ്. ക്യാൻവാസ് എടുത്താൽ അതേ സെയിം അളവിൽ തന്നെ 2 പീസ് വേണം. അതുപോലെ തന്നെ ലൈനിങ് ആക്കി വെക്കേണ്ട പീസും ഇതേപോലെ 2 പീസ് വേണം. അപ്പോൾ 3 സെയിം അളവാണ് കേട്ടോ. ഇനി വേണ്ടത് ഇതേപോലത്തെ ഒരു പീസാണ്. ഇതിൻ്റെ നീളം വരുന്നത് 12 ഇഞ്ചും വീതി വരുന്നത് 2 ഇഞ്ചുമാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് മെയിൻ ക്ലോത്തിൻ്റെ മോശം വശത്ത് നമുക്ക് ഈ ഒരു ക്യാൻവാസ് വെച്ചൊന്ന് അയൺ ചെയ്തെടുക്കണം. ഇതേപോലെ വെക്കുക, എന്നിട്ട് അയൺ ചെയ്തെടുക്കുക. 2 വശത്തും വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കണം കേട്ടോ. അയൺ ചെയ്തെടുക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ 4 വശം നമുക്ക് തയ്ച്ചെടുത്താലും മതിയാകും. ഇനി നമുക്ക് അയൺ ചെയ്തെടുത്തിട്ട് വരാം. ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് ഇതിന് നമുക്കൊരു വള്ളി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു പീസ് എടുത്തിട്ടില്ലേ, ഈ ഒരു പീസിന് നമുക്ക് 2 സൈഡിൽ നിന്ന് അര ഇഞ്ച് വെച്ച് ഇതുപോലെ മടക്കി കൊടുക്കാം. ഇതുപോലെ മടക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് സെൻറ്ററിൽ നിന്ന് ഒരു മടക്കും കൂടി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് തയ്ച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ തറ്റ വെച്ച് ഒന്ന് തയ്ച്ചെടുത്തിട്ട് വരാം. തയ്ച്ച് കഴിഞ്ഞാൽ ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി അടുത്തത് വേണ്ടത് നമ്മൾ ക്യാൻവാസ് സ്റ്റിക്ക് ചെയ്ത ഭാഗമില്ല, അതിൻ്റെ ഏത് ഒന്ന് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ വശത്ത് 1 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതേപോലെ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്ത് ഈ ഒരു വള്ളി 2ആയിട്ട് നമുക്ക് മടക്കി എടുത്തതിന് ശേഷം 2 ഒന്നിച്ച് വെക്കുക. എന്നിട്ട് അവിടെ തയ്ച്ചു കൊടുക്കാം, ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് തയ്ച്ചെടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് സിബ്ബാണ്. ഇത് നമുക്ക് മീറ്ററായിട്ട് വാങ്ങാൻ കിട്ടുന്ന സിബ്ബാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് 10 ഇഞ്ചാണ്. എന്നിട്ട് ഈ സിബിനെ 2 ആക്കുക. അതിനുശേഷം നല്ല വശത്ത് ഈ സിബിൻ്റെ നല്ല വശം വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ലൈനിങ്ങിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് തയ്ച്ചെടുക്കണം. അങ്ങനെ 2 വശത്തുള്ളത് സിബ് നമുക്ക് ഇതേപോലെ തയ്ച്ചെടുത്തിട്ട് വരാം. തയ്ച്ചെടുത്ത് ഇതിനെ നമുക്കൊന്ന് മറിച്ചിട്ട് ഒന്ന് അവിടെ പതിച്ചടിക്കണം കേട്ടോ. ഈ മുകൾ വശത്ത് ഈ ഒരു സിബ് വെച്ച വശത്ത് നമുക്ക് 2 വശത്ത് വരുന്നതും നമുക്കൊന്ന് പതിച്ചടിച്ചിട്ട് വരാം. നമുക്ക് ഈ സിബിൻ്റെ മുകൾ വശത്ത് വരുന്ന ഈ ഒരു ക്യാപ്പ് പോലത്തതില്ലേ, അതിട്ട് കൊടുക്കുക. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇനി സിബ് നമുക്ക് ഇതേപോലെ വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടുന്നത് സിബും വെക്കാം. അപ്പോൾ ഇതായിരിക്കും നമുക്ക് തയ്ക്കാൻ എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു തവണ സിബിട്ട് കഴിച്ചതിന് ശേഷം വീണ്ടും ഇടുക. അപ്പോൾ നമുക്ക് 2 സൈഡും ക്ലോസ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് തയ്ക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇതേപോലെ നമുക്ക് സിബ് സെൻറ്ററിലാക്കി കൊണ്ടുവയ്ക്കാം. ഇനി അടുത്തത് ഞാനിതിനെ നിവർത്തി വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇത് വരുന്നത് സിമ്പിളാണ് കേട്ടോ. നമ്മൾ ലൈനിങ് പീസ് ഒന്നിച്ച് വെക്കുക. അതേപോലെ മെയിൻ ക്ലോത്തും ഒന്നിച്ച് വെച്ചിട്ടാണ് ഇത് നിവർത്തി വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ലൈനിങ് പീസ് വരുന്നിടത്ത് ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് ഒരു ഗ്യാപ്പ് കൊടുക്കുക സെൻറ്ററിൽ. എന്നിട്ട് അവിടുന്ന് തൊട്ട് ഒരു അര ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ചുറ്റോട് തയ്ച്ചെടുത്തിട്ട് വരാം. അടുത്തത് ഈ ഒരു കോർണറിൽ നിന്ന് നമുക്കൊരു 1.5 അല്ലെങ്കിൽ 1.25 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. 2 സൈഡിൽ ഒരു ബോക്സ് ടൈപ്പ്, 2 സൈഡ് ഒരേ അളവ് തന്നെയാണ് വരേണ്ടത്. ഞാനിവിടെ 1.25 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതേപോലെ 4 സൈഡിൽ ഈ ഒരു ബോക്സ് ടൈപ്പ് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ 4 സൈഡ് നമുക്ക് വരയ്ക്കണം. ഞാൻ 4 സൈഡും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വരച്ചെടുത്ത ബോക്സ് ടൈപ്പ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ, 4 സൈഡിലുള്ളതും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാനിതാ 4 സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് ഈ ഒരു കട്ട് ചെയ്ത ഭാഗത്ത് ഈ ഒരു കോർണർ വെക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് വരുന്ന ഭാഗമില്ല, അത് 2 ഒന്നിച്ച് വെക്കുക. എന്നിട്ട് ഈ ഒരു സ്റ്റിച്ച് വരുന്ന 2 ക്ലോത്ത് 2 സൈഡിലാക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്കൊരു അര ഇഞ്ച് വെച്ചിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. അതേപോലെ 4 സൈഡും നമുക്കങ്ങനെ തയ്ച്ചെടുക്കണം. ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മളൊരു ഗ്യാപ്പ് വെച്ചിരുന്നില്ലേ ലൈനിങ് പീസിൽ, ആ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് ഈ ഒരു ക്ലോത്തിനെ നമുക്ക് മറിച്ചിടാം കേട്ടോ. നമുക്ക് സാവധാനം മറിച്ചിടണം കേട്ടോ, അധികം ബലം കൊടുക്കരുത്, ക്ലോത്ത് കീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ആ ലൈനിങ്ങിൽ അവിടെ വരുന്ന സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഒന്നെങ്കിൽ കഴുത്തിന് തുന്നാം, അല്ലെങ്കിൽ മെഷീൻ വെച്ചൊരു തയ്യൽ അവിടെ കൊടുക്കാം. നമ്മളെ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മേക്കപ്പ് പൗച്ചായിട്ടോ അല്ലെങ്കിൽ കുട്ടികളെ പെൻസിൽ ക്രയോൺസ് ഒക്കെ ഇട്ട് വെക്കുന്ന പൗച്ചായിട്ടോ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ഫയൽസ് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് ഇട്ട് വെക്കാൻ നമുക്ക് ഉപയോഗിക്കാം. നല്ല ഭംഗി തന്നെയാണ്. നമുക്ക് ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് മെഷീൻ ആവശ്യമില്ല, നമുക്ക് കൈത്തുന്നു തുന്നിയിട്ടും ഈ ഒരു പൗച്ച് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.